നമസ്കാരം. ഫോട്ടോഗ്രാഫി മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളോടൊപ്പം റഷീദ് തായലാർ. ഇന്ന് ഫോട്ടോഗ്രാഫി മലയാളത്തിൻ്റെ ഈ ട്യൂട്ടോറിയലിൽ ഞാൻ പറയാൻ പോകുന്ന വിഷയം എന്താണ് ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കുന്ന മീറ്ററിങ്. മീറ്ററിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിൽ ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിൻ്റെ അളവെടുക്കുക, അതിൻ്റെ തോത് അളന്നെടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഫോട്ടോഗ്രാഫിയിൽ ഇതിന് പ്രകാശത്തിൻ്റെ തോത് അല്ലെങ്കിൽ എക്സ്പോഷറിൻ്റെ തോത് അളന്നെടുക്കാൻ വേണ്ടിയിട്ടാണ് മീറ്ററിങ് മോഡുകൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ മീറ്ററിങ് ഉപയോഗിക്കുന്നത്. ഫോട്ടോഗ്രാഫിയിൽ രണ്ട് തരത്തിലുള്ള മീറ്ററിങ്ങുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് ലൈറ്റ് മീറ്ററിങ്, മറ്റൊന്ന് എക്സ്പോഷർ മീറ്ററിങ്. എന്താണ് ലൈറ്റ് മീറ്ററിങ്? ഓരോ ഒബ്ജക്റ്റിലും എത്രത്തോളം ലൈറ്റ് പതിക്കുന്നുണ്ട് എന്ന് അളന്നെടുക്കാൻ വേണ്ടി ആ ഒബ്ജക്റ്റിൻ്റെ അടുത്ത് പോയി റീഡിങ് എടുക്കുന്ന ഒരു സിസ്റ്റമാണ് ലൈറ്റ് മീറ്ററിങ്ങുകളിൽ ഉപയോഗിക്കുന്നത്. ഇനി എക്സ്പോഷർ മീറ്ററിങ്. എക്സ്പോഷർ മീറ്ററിങ് പറയുന്നതിന് മുമ്പേ ഇപ്പോൾ ലൈറ്റ് മീറ്ററിങ്ങിൽ പറഞ്ഞു, ലൈറ്റ് മീറ്റർ സബ്ജക്റ്റിൽ പതിക്കുന്ന പ്രകാശമാണ് റീഡ് ചെയ്തെടുക്കുന്നത്. അതേസമയത്ത് ക്യാമറ ഉപയോഗിക്കുന്നത് റിഫ്ലക്റ്റഡ് ലൈറ്റാണ്. നിങ്ങളുടെ ഫ്രെയിമിലുള്ള ഒബ്ജക്റ്റിൽ തട്ടി തിരിച്ച് ക്യാമറ ലെൻസിലൂടെ കടന്നു വരുന്ന പ്രകാശത്തെയാണ് ക്യാമറ റീഡ് ചെയ്യുന്നത്. അതായത് റിഫ്ലക്റ്റഡ് ലൈറ്റിനെയാണ് ക്യാമറ റീഡ് ചെയ്യുന്നത്. ഇനി റിഫ്ലക്റ്റഡ് ലൈറ്റ് ക്യാമറയിൽ വന്ന് പതിക്കുമ്പോൾ ക്യാമറയിൽ നിങ്ങളുടെ അപ്പർച്ചർ, ISO, അതേപോലെ ഷട്ടർ സ്പീഡ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഈ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ സെറ്റിങ്സ് പ്രകാരം അവൈലബിൾ ലൈറ്റും നിങ്ങളുടെ ക്യാമറ സെറ്റിങ്സും കൂടി കമ്പയർ ചെയ്യുമ്പോൾ അത് ക്യാമറക്ക് ഒരു നല്ല ചിത്രം തരാൻ ആവശ്യമായ പ്രകാശം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു കമ്പാരിസൺ റിസൾട്ടാണ് ക്യാമറയിലെ എക്സ്പോഷർ മീറ്ററിങ്. പല സ്ഥലങ്ങളിലും ഈ എക്സ്പോഷർ മീറ്ററിങ് തെറ്റിപ്പോകും. ഉദാഹരണത്തിന് ഒരു കറുത്ത പ്രതലം, അതിനകത്ത് വളരെ ചെറിയ വെളുത്തൊരു വസ്തു. ഞാൻ നേരത്തെ പറഞ്ഞു ക്യാമറ ഉപയോഗിക്കുന്നത് റിഫ്ലക്റ്റഡ് ലൈറ്റാണ്. അപ്പോൾ കറുത്ത പ്രതലത്തിൽ നിന്ന് പ്രകാശമൊന്നും എത്ര ലൈറ്റ് അടിച്ചു കഴിഞ്ഞാലും അതിൽ നിന്നൊന്നും റിഫ്ലക്റ്റ് ചെയ്ത് വരില്ല. മാത്രമല്ല ഈ വെളുത്ത ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതിൽ നിന്ന് വളരെ കുറച്ച് പ്രകാശം റിഫ്ലക്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ക്യാമറയിലോട്ട് പതിക്കുകയും ചെയ്യും. ആ സമയത്ത് ക്യാമറയുടെ റീഡ് ചെയ്യുന്ന രീതി പ്രകാരം അവിടെ വളരെ കുറച്ച് പ്രകാശം മാത്രമേ വന്ന് പതിക്കുന്നുള്ളൂ. അത് കറുത്ത ഒരു നിറമാണെന്ന് തിരിച്ചറിയാൻ ക്യാമറയ്ക്ക് കഴിയില്ല. അപ്പോൾ ക്യാമറ നോർമലി നിങ്ങളോട് പറയും ഇത് പ്രകാശം വളരെ കുറവാണ്, ഇരുണ്ടുപോയ ചിത്രം മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ എന്ന്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ക്യാമറയുടെ എക്സ്പോഷർ മാറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് പൊള്ളിപ്പോയ ഒരു പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റും ഗ്രേ കളറിലുള്ള ബ്ലാക്കും ഒക്കെ ആയിട്ടുള്ളൊരു ചിത്രം കിട്ടുക. അതായത് ശരിക്കുള്ളൊരു ചിത്രമല്ല കിട്ടുക, തെറ്റായ ഒരു ചിത്രമാണ് കിട്ടുക. അതായത് ക്യാമറയുടെ മീറ്ററിങ്ങിൽ വരുന്ന ഒരു പരാജയമാണത്. അതേപോലെ ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ് സൈഡുണ്ട്. വെളുത്ത ഒരു സർഫേസിൽ വളരെ ചെറിയ കറുത്ത ഒരു പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ ക്യാമറ മീറ്ററിങ് അവിടെയും തെറ്റിപ്പോകും. കാരണം ക്യാമറ പറയും ഒരുപാട് വെളിച്ചം, അതായത് വെളുത്ത പ്രതലത്തിൽ ലൈറ്റ് തട്ടുമ്പോൾ മുഴുവൻ ലൈറ്റും റിഫ്ലക്റ്റ് ചെയ്ത് വരും. അപ്പോൾ അത് വെള്ള ആയി വരുന്ന ഭാഗത്തിനെ ഓവർ ലൈറ്റ് അല്ലെങ്കിൽ കൂടുതൽ ലൈറ്റ് ഉണ്ടെന്ന് ക്യാമറ തെറ്റായി ധരിക്കുകയും നിങ്ങളുടെ റീഡിങ്ങിൽ ഓവർ ലൈറ്റ് ആണ് അല്ലെങ്കിൽ ഓവർ എക്സ്പോസ്ഡ് ആണ് ചിത്രം എന്ന് ഒരു തെറ്റായ വിവരം നൽകുകയും ചെയ്യും. നിങ്ങളതിനനുസരിച്ച് ക്യാമറയുടെ പറയുന്നതിനനുസരിച്ച് എക്സ്പോഷർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വൈറ്റൊക്കെ ഒരല്പം ഗ്രേ ആയിട്ടും നിങ്ങളുടെ സബ്ജക്റ്റ് ഇരുണ്ടുപോയ കറുത്ത രൂപമായിട്ടും കിട്ടും. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള പല അതേപോലെ നിങ്ങൾ ഫ്ലെയിംസിൻ്റെയൊക്കെ അല്ലെങ്കിൽ തീനാളത്തിൻ്റെയൊക്കെ മീറ്ററിങ് എടുക്കുമ്പോൾ അവിടെ തെറ്റിപ്പോകും, തീർച്ചയായിട്ടും തെറ്റിപ്പോകും. കാരണം ഫ്ലെയിംസ് ഓരോ സെക്കൻഡിൽ അത് മാറിക്കൊണ്ടിരിക്കും. അത് ക്യാമറ റീഡ് ചെയ്യുന്നൊരു മൊമെൻറ്റിൽ ഉണ്ടായിരുന്ന ഫ്ലെയിംസ് ആയിരിക്കില്ല അടുത്ത മൊമെൻറ്റിൽ ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെയുള്ള പല സിറ്റുവേഷൻസ്, സ്മോക്ക്, ഫ്ലെയിംസ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് സർഫേസ്, അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും ക്യാമറ മീറ്ററിങ് തെറ്റിപ്പോവും. അതുകൊണ്ട് അത് നിങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി മാനുവലായിട്ട് നിങ്ങളുടെ മനോധർമ്മത്തിനനുസരിച്ച് നിങ്ങളുടെ അവിടെ മീറ്ററിങ് സെറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു എപ്പിസോഡിൽ എന്തൊക്കെയാണ് മീറ്ററിങ് മോഡ്സ് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ആ എപ്പിസോഡ് കാണാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ഫോട്ടോഗ്രാഫി മലയാളം എന്നുള്ള ഈ ചാനൽ നിങ്ങളാണ് പ്രൊമോട്ട് ചെയ്യേണ്ടത്. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ള കൂട്ടുകാർക്കായിട്ട് ഇത് പങ്കുവെക്കുക. താങ്ക് യു വെരി മച്ച്. ബൈ.